മാനസികമായ പൊരുത്തമില്ലായ്മ പ്രധാന കാരണമായി ഉന്നയിച്ച് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീമാൻ ജയരാജ്, ശ്രീമതി ഉഷ ജയരാജ് എന്നിവർ പരസ്പര സമ്മതത്തോടെ സമർപ്പിച്ചിരിക്കുന്ന ഹർജിക്കാര്യത്തിൽ വേറിട്ട് ജീവിക്കുന്നതാണ് ഇരു കൂട്ടരുടെയും ഭാവി ശ്രേയസ്സിന് ഉത്തമമെന്ന് കോടതിക്ക് ബോധിച്ചിരിക്കുകയാണ്. എങ്കിലും വിദ്യാസമ്പന്നരും സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുള്ളവരുമായ ദമ്പതിമാർക്ക് തങ്ങളുടെ നിലപാട് പുനഃപരിശോധിക്കുന്നതിനും വേണമെങ്കിൽ യോജിക്കുന്നതിനുമായി 6 മാസത്തെ സമയം കോടതി നൽകുന്നു. ഈ കാലയളവിൽ അവരുടെ ഏകപുത്രിയായ ഗീതുവിന്റെ സംരക്ഷണ ചുമതലയെ ചൊല്ലി 2 കൂട്ടരും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും കുട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് മാതാപിതാക്കളുടെ സ്നേഹവും ലാളനയും ലഭിക്കാൻ കുട്ടി ആഴ്ചയിൽ 4 ദിവസം അമ്മയുടെ കൂടെയും 3 ദിവസം അച്ഛന്റെ കൂടെയും കഴിയാൻ കോടതി നിർദ്ദേശിക്കുന്നു. ഗീതുമോളെ, ഗീതുമോൾ ഇവിടെ നിൽക്കുക. എല്ലാവരും പൂവായി. പ്രാവുണ്ടോ മോളില്? അതിന്റെ ഫാമിലി ഉണ്ട്. കുട്ടികളെ ഞാൻ കണ്ടുല്ലോ, ചെറിയതാ. ഓഹോ, പഴക്കം നടക്കുക. എന്താ കാര്യം അറിയോ? ഇല്ല, എന്താ ഉണ്ടായത്? അതെങ്ങനെ അറിയാ? അതിന്റെ ഭാഷ നമുക്ക് അറിയില്ലല്ലോ. മോള് പറഞ്ഞത് ശരിയാ. പ്രാവിന്റെ മാത്രല്ല, മനുഷ്യര് വഴക്കിടുന്നതിന്റെ ഭാഷയും ഈ പൊതുവാളിന് മനസ്സിലാവണില്ല. ജയരാജ, വണ്ടി എടുക്ക്. പോയിട്ട് കാര്യമായ ജോലികൾ വേറെ ഉണ്ട്. ഗീതു, get into the car. അപ്പൊ എങ്ങനെ 4 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമോ അതോ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കുഞ്ഞിനെ എങ്ങനെ എന്റെ അറേഞ്ച്മെന്റ്സ്? എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. എന്താ പോരെ? അയ്യ, ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയായിരുന്നു ഇപ്പൊ തോന്നാതെ ഇല്ല. കുറെയൊക്കെ സഹിച്ചും ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചും കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടം വരെ എത്താതെ കഴിക്കായിരുന്നു. ആണുങ്ങൾക്ക് ഇനിയൊരു സംബന്ധം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഉഷക്കുഞ്ഞിന്റെ ഭാവി അല്ല, ഞാൻ എന്റെ തലയിൽ തോന്നിയത്. തലയിൽ അങ്ങനെ പലതും തോന്നും. അതൊന്നും പുറത്തേക്ക് എടുത്ത് വിളമ്പണ്ട. തെറ്റ് ശരിയൊക്കെ നിശ്ചയിക്കാൻ അവളുടെ അമ്മയായ ഞാനുണ്ട്. തുടക്കം മുതലേ ഞാൻ കരുതിയതാ ഇതിങ്ങനെ അവസാനിക്കുള്ളൂ എന്ന്. നമ്മുടെ തറവാടിനും അന്തസ്സിനും തീരെ യോജിക്കാത്ത വർഗം. കൾച്ചർ എന്ന് പറയുന്നത് അടുത്തോടെ പോയിട്ടില്ല. ഡോക്ടറെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. കുടുംബക്കാരെ പറ്റി യശോധരമ്മ പറഞ്ഞത് ശരിയാ. അയാളും കണക്കാ. ചക്കരയും തേങ്ങയും പറഞ്ഞ് എന്റെ മോളെ വശീകരിച്ചെടുത്തതല്ലേ അവൻ. പ്രേമമാണത്രേ, പ്രേമം. തൃപ്തിയായില്ല നിനക്ക്? മംഗലത്ത് തറവാട്ടിൽ ആദ്യമായിട്ടാ ഡൈവോഴ്സും കോടതി കയറ്റും ഒക്കെ. 18 കൊല്ലം ജസ്റ്റിസിന്റെ കസേരയിലിരുന്ന എനിക്ക് ഇതുപോലൊരു നാണക്കേട് വരാനില്ല. യശോധരമ്മയ്ക്ക് നാണക്കേട് ഉണ്ടായി എന്ന് പറഞ്ഞത് ശരി. പക്ഷേ ഉഷക്കുഞ്ഞിനും മനപ്രയാസം ഉണ്ടെന്നുള്ളതും അതിനേക്കാളും വലിയൊരു ശരിയല്ലേ? കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും, പിന്നെ അതൊക്കെ മാറും. ഒറ്റ ഡിസപ്പോയിന്റ്മെന്റേ ഉള്ളൂ എനിക്ക്. ഇത് കുറച്ച് നേരത്തെ ആവാമായിരുന്നു. കുട്ടി ജനിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ. അമ്മേ, വേഗം തുറക്കടാ. അമ്മേ, നല്ലതിനോ ചീത്തയ്ക്കോ എനിക്കും വല്യേച്ചിക്കും വിവാഹത്തിന് യോഗം ഉണ്ടായില്ല. ചേച്ചിക്ക് ഇനി അതൊട്ട് പ്രതീക്ഷിക്കാൻ വേണ്ട. നീ പഠിത്തം കഴിഞ്ഞ് വന്നപ്പോ വിവാഹ ദല്ലാളന്മാരുടെ കൂട്ടത്തല്ലായിരുന്നു വീട്ടുമുറ്റത്ത്. പണത്തിന്റെയും പണ്ടത്തിന്റെയും കണക്കുകൾ ഓരോരുത്തരും ഒന്ന് പറയുന്ന കേട്ടപ്പോ എന്റെ തല കറങ്ങിപ്പോയി. എന്നിട്ട് നീ കാണിച്ച കടുങ്കൈ ഓർക്കുമ്പോ ജയരാജ പറയുമ്പോ പേഷ്കാരും ദിവാൻജിയുള്ള കുടുംബക്കാരാണെന്നൊക്കെ പറയാം. അതുകൊണ്ട് അവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം നന്നായിക്കൊള്ളണമെന്നില്ല. അഹങ്കാരം പറ്റിയ ജാതികളാണെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെ അല്ലടാ. നിനക്ക് എന്തായാലും തീർന്നല്ലോ. ഇനി ജസ്റ്റിസ് അമ്മായിയുടെ പത്രാസന്റെ പട്ടിക്ക് വേണം. അല്ലേ വല്യേച്ചി? ജയരാജേ, ജയരാജ, നീ നോക്കിക്കോ. ഈ ഒരു 6 മാസം ഒന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ ഒരു 6 ദിവസത്തിനുള്ളിൽ 6 ജസ്റ്റിസുമാരെ വിലക്ക് മേടിക്കാൻ കഴിവുള്ള ഒരു തറവാട്ടിൽ നിന്നും നല്ല പൈങ്കിളി പോലത്തെ ഒരു പെങ്കൊച്ചിനെ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ ചേട്ടാന്ന് വിളിക്കും. ഞാൻ നിന്നെ വല്യേട്ടാന്ന് വിളിക്കും. 2 പേർക്കും നിർത്തിയിട്ട് പോണോ?
ഡാഡി മമ്മിയുടെ കൂടെ കൂടൂലെന്ന്. ആണോ മമ്മി? ഗീതുവിന് ഉറങ്ങാറായില്ലേ? പിന്നെ പറയാ ഞാൻ ഡാഡിയുടെ വീട്ടിലും താമസിക്കണോ ഇവിടെയും താമസിക്കണമെന്ന്. അതെന്താ മമ്മി? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വേലക്കാരിയുടെ അടുത്ത് കിന്നാരം പറയാൻ പോരുതെന്ന്? ഞാൻ പോയതല്ല, അവര് കിന്നാരം പറയാൻ വന്നതാ. മോള് പോയി കിടന്നുറങ്ങ. ഞാൻ മമ്മിയുടെ അടുത്താ. വേണ്ട, മോളുടെ റൂമിൽ കിടന്നാ മതി. ചെല്ല്, ഗോ ടു യുവർ റൂം. ഇന്ന് മാത്രം കിടക്കട്ടെ. ഇന്ന് മമ്മിക്ക് തനിച്ച് കിടക്കണം. മോള് പോ. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ്. ആ ഇതാര്? ഗീതുമോൾ ഇവിടെ ഇരിക്കി. ആ ഗീതുമോൾക്ക് ഉറക്കം വരണില്ല അല്ലേ? അതെങ്ങനെ ഉറക്കം വരും? ഉറക്കം വരണമെങ്കിൽ അപ്പൂപ്പനൊരു കഥ പറയണ്ടേ? വേണ്ട. അതെന്താ വേണ്ടാത്തെ? ഇന്ന് അപ്പൂപ്പൻ പുതിയൊരു കഥ പറയാ. ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു ഉണ്ടനും ഒരു ഉണ്ടത്തിയും ഉണ്ടായിരുന്നു. കിങ് കോങ്ങും വൈഫുവാ? ഇത് ഉണ്ടനും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കാലത്ത് കൃത്യം 7 മണിക്ക് അവർക്ക് നെയ്യപ്പം തിന്നണമെന്നൊരു മോഹം. വിറക് വെട്ടാൻ കാട്ടിൽ പോയി അവിടെ ഒരു പുലിയെ കണ്ടു. ഈ കഥ എങ്ങനെയാ മോൾക്കറിയാ? ഇതല്ലേ ഇന്നലെയും പറഞ്ഞത്. എന്നാലേ അപ്പൂപ്പൻ വേറൊരു കഥ പറയാ. ആ. ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു രാജകുമാരനും സുന്ദരിയായ ഒരു രാജകുമാരിയും ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഒരു 4 മണിക്ക് നെയ്യപ്പം പഴംപൊരി തിന്നണമെന്നൊരു മോഹം. അവര് രണ്ടുപേരും കൂടി കാട്ടിൽ പോയി. കാട്ടിൽ ചെന്നപ്പോഴോ അവിടെ ഒരു കിങ് കോങ് ദേ ഇതുപോലെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ എന്ത് കഥ കേൾക്കാനാ ഇഷ്ടം? ഒരിടത്തൊരാള് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി. എന്നിട്ട് അത് അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടി. എന്നിട്ട് അയാൾ ചത്തു. അങ്ങോട്ട് ചാവട്ടെ അങ്ങോട്ട്. എന്നാലേ ഇതൊക്കെ അവസാനിച്ചു കിട്ടുള്ളൂ. എന്തേ ഇരിക്കണേ വെറുതെ?